ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കഴുത്ത് എങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കുനിഞ്ഞാണോ ഇരിക്കുന്നത്? ആണെങ്കിൽ കറക്റ്റായിട്ടിരുന്ന് കണ്ടോളൂ. കാരണം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴുത്തിൻ്റെ മസിൽ അല്ലെങ്കിൽ ഷോൾഡർ മസിലിൽ വേദന വരാൻ ഏറ്റവും കൂടുതൽ കാരണം എന്താണ് എന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട എക്സസൈസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുന്തോറും നമ്മുടെ ഷോൾഡർ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്യണം. കൈ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഈ രീതിയിൽ ഒന്ന് ഫോർവേഡായിട്ട് 3 പ്രാവശ്യം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും എന്നുള്ള രീതിക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഷോൾഡറിൻ്റെ ഇരുന്ന് ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ടൊക്കെ തീർച്ചയായിട്ടും സഹായിക്കും. ഒരേ രീതിയിൽ ഇരുന്ന് കഴിയും എന്ത് വേണമെങ്കിലും സ്റ്റിഫാവും അല്ലേ? അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട്, ബ്ലഡ് ഫ്ലോ കൂടാനൊക്കെ ആയിട്ട് ഇവിടുത്തെ ജോയിൻറ്റിനും പൊതുവെയുള്ള മസിൽസിനും മൊത്തവും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു മസിലിൻ്റെ കാര്യമാണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൈ മൊത്തത്തിൽ ഒന്ന് ഇങ്ങനെ പിടിച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൈ മേളിലോട്ട് വെച്ച് സ്ട്രെച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. നമ്മൾ ജോലി സ്ഥലത്താണ്, നമുക്ക് പരിമിതികൾ നിന്നുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളും, പല എക്സസൈസുകളും നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഒന്ന് സ്റ്റൂളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്നിട്ട് എണീക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ലാറ്റ്സിനൊക്കെ വളരെയധികം നല്ലതാണ്. ഓക്കെ, എസ്പെഷ്യലി സ്പൈനൽ മസിൽസിനൊക്കെ വളരെയധികം നല്ലതാണ്. ജസ്റ്റ് ഇരുന്നിട്ട് എണീക്കുന്നത് തന്നെ വളരെ നല്ലതാണ്. ഓക്കെ, ജസ്റ്റ് കസേരയിൽ 10 പ്രാവശ്യം ഇരുന്ന് എണീക്കുന്നത് തന്നെ വളരെയധികം സ്റ്റെബിലിറ്റി നമ്മുടെ ബാക്ക് മസിൽസിന് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ മസിൽസിനെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടുത്തെ മസിൽ എല്ലാം നല്ലോണം വർക്ക് ചെയ്യും. അപ്പം അങ്ങനെ ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് ഇവിടുന്ന് തിരിച്ച് ഓപ്പോസിറ്റായിട്ട് ഇങ്ങോട്ട് പ്രഷർ കൊടുക്കണം. അതുപോലെ തന്നെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട്, ഫ്രണ്ടിലോട്ട്, ബാക്കിലോട്ട്, അതുപോലെ മൊത്തത്തിൽ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ വളരെയധികം ബെനിഫിഷ്യലാണ് ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരേ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. അത് ഒരു പരിധിയിൽ കൂടുതലാകുമ്പോഴാണ് നമുക്ക് വേദനയായിട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തിരിച്ചുപോക്ക് തീർച്ചയായിട്ടും പാടായിരിക്കും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. വേറെ കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മെഡിസിൻസ് കാര്യങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട്. കാൽക്കിരെ, ഫ്ലൂറ്, ഫോസ്, 6 പൊട്ടൻസിയിലൊക്കെ മേടിച്ച് കഴിക്കുന്നത് 4 വെച്ച് 3 നേരം കഴിക്കുക വളരെ നല്ലതാണ്. തേയ്മാനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തോത് കുറയ്ക്കാനൊക്കെ ആയിട്ട്, പെയിൻ കുറയ്ക്കാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നാച്ചുറലായിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവാണ്. നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് നിങ്ങൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അതായത് ഫെറമെറ്റ്, ലഡംപാൽ, ഹൈപ്രിക്കം, റസ്റ്റോക്സ് പോലത്തെ മെഡിസിൻസൊക്കെ വളരെയധികം നല്ലതാണ് ഇൻഡിക്കേഷൻ അനുസരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ ആനന്ദ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതാണ് തോളുവേദന. നമ്മൾ പലപ്പോഴും വിചാരിക്കുക നമ്മൾ സ്ട്രെയിൻ എടുത്ത് ഭയങ്കര വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തോളുവേദന വരത്തുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനല്ല. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഓവർ പീരീഡ് ഓഫ് ടൈം അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴും തോളുവേദന. ഓക്കെ, തോളുവേദന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്ന വേദന, കഴുത്തിൻ്റെ താഴത്തെ ഭാഗത്തും ഈ ഷോൾഡർ ബ്ലേഡിന് മേളിലായിട്ട് വരുന്ന ഭാഗത്തും വരുന്ന വേദനയായിട്ട് പറയുന്നത്. അങ്ങനെ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മസിൽ സ്പാസമാണ്. ഓക്കെ, കാരണം അവിടെ റിലാക്സേഷൻ കിട്ടുന്നില്ല, എക്സ്ട്രാ ആയിട്ട് എക്സസൈസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, എക്സ്ട്രാ സ്ട്രെച്ചിങ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, മസാജ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ മസിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സ്റ്റിഫായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ആ കറക്റ്റായിട്ടുള്ള സമയത്ത് നോർമലായിട്ട് വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മസിൽ സ്റ്റിഫ്നെസ് ഉണ്ടാകും. ഓക്കെ, അവിടെ മസിലങ്ങ് പിടിച്ചിരിക്കും. പക്ഷെ നമുക്കത് മനസ്സിലാകത്തില്ല. പിന്നീട് നല്ല വേദനയായിട്ടൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ അത് സ്പോണ്ടൈലോസ് ആണോ തേയ്മാനമാണോ എന്നൊക്കെ നമ്മൾ ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് മസിൽ സ്പാസം കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അങ്ങനെ ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ കഴുത്തിൻ്റെ മസിൽസിനെ അല്ലെങ്കിൽ ഷോൾഡർ മസിൽസിനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടുത്തെ കഴുത്തിന് വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്യണം. കഴുത്തിനെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് 2 സൈഡിലോട്ടും നമ്മൾ മൂവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഈ 2 മസിലിനും ബലം വരും. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അതുപോലെ ചെയ്യണം. അപ്പം എല്ലാ മസിൽസിലും ബലം കിട്ടാൻ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറുതായിട്ട് മസാജ് ചെയ്ത് വിടുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾ, കാര്യങ്ങൾ, ഓഫീസിൽ ഇരുന്നുള്ള ജോലികൾ, മൊബൈലിൽ ഇരുന്നുള്ള ഗെയിം കളി ഒക്കെ ഇതിനെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വർക്കിൻ്റെ കാര്യം തന്നെ എടുക്കാമെന്നിരിക്കട്ടെ. പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷിഫ്റ്റുകളാണ് പലർക്കും. സ്ക്രീനിന് മുമ്പിലുള്ളതാണ് പല വർക്കുകളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡറിനെ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ കുനിങ്ങരുത്, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ ഫോർവേഡായിട്ട് ഇരുന്ന് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ കഴുത്തിന് മസിൽസിനെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ ആക്സസറി ആയിട്ട് നിൽക്കുന്ന ഷോൾഡർ മസിൽസിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബ്ലഡ് ഫ്ലോ കൂടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ഓക്കെ, ഒരേ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സ്ട്രെസ്ഡ് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ ATP മൊത്തം ബേണായി പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത്? ഒരു മസിൽസിനൊരു പരിധിയുണ്ട് അല്ലേ? അപ്പോൾ ആ പരിധി കൂടുതൽ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തേയ്മാനം സംഭവിക്കും. കൂടുതൽ നാളുകൾ ഈ സ്പാസം കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തേയ്മാനം ഉണ്ടാവും. അവിടുത്തെ എല്ലിൽ തേയ്മാനം ഉണ്ടാവും. അവിടുത്തെ മസിൽസിൻ്റെ ബലം കുറഞ്ഞു. ഓക്കെ, അങ്ങനെ മസിൽസിൻ്റെ ബലം കുറഞ്ഞാലും അത് ഇൻഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്താലും വേദനയായിട്ട് അത് അനുഭവപ്പെടും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പിന്നീട് നമുക്ക് ചെയ്യാൻ അത് വലിയ വലിയ ടാസ്കുകളായി പോകും. ഓക്കെ, അതുപോലെ നമ്മുടെ ഏജ് പെട്ടെന്ന് കൂടും. കാരണം ചെറിയ പ്രായത്തിൽ പോലും ഇത് കണ്ടിന്യൂസ് തേങ്ങിയിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും. കുനിഞ്ഞൊരു സാധനം എടുക്കാനായിട്ട് പാടായിട്ട് വരും. അങ്ങനെ വരരുതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല ഭക്ഷണം പറ്റും പോലെയൊക്കെ നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നും നട്ട്സ് മേടിച്ച് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം സമീകൃതമായിട്ടുള്ള ആഹാരം തീർച്ചയായിട്ടും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കാൽഷ്യവും അതിനകത്ത് അയണും അതുപോലെ തന്നെ വേണ്ടതായിട്ടുള്ള മിനറൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് കൂടാതെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് ഇടയ്ക്ക് ചെയ്യണം. നമ്മൾ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന പോസ്ചർ നമ്മൾ കറക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്ട്രെയിൻ ചെയ്ത് ഒരേ ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കരുത്, ഇരിക്കരുത്. അത് ഓവർ പീരീഡ് ഓഫ് ടൈം അവിടെ മസിൽ സ്പാസം ഉണ്ടാകാനും സ്ട്രെസ്സ് വരാനും മസിൽ വീക്ക്നെസ് ഉണ്ടാകാനും തേയ്മാനം വരാനും ഉള്ള സാധ്യതകൾ വളരെയധികം കൂട്ടുന്നതാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാൻ മടിക്കാതിരിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ എന്തായാലും കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നാണോ കാണുന്നത് എന്ന് സ്വയമേ ചിന്തിക്കുക.